ഹലോ എവ്രി വൺ, ഇന്നത്തേതൊരു ഡിസേർട്ട് റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷാഹി ടുക്കഡയാണ്. ഷാഹി ടുക്കഡ ശരിക്കും ഒരു മുഗൾ ഡിസേർട്ടാണ്. മെയിൻലി നോർത്ത് ഇന്ത്യൻ പാർട്ടീസിലും പാകിസ്ഥാനി പാർട്ടീസിലും ഒക്കെ കണ്ടുവരുന്ന ഒരു കോമൺ ഡിസേർട്ടാണിത്. ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. ജസ്റ്റ് നമ്മളുടെ നോർമൽ ബ്രെഡും പിന്നെ പാലും ഫുൾ ക്രീം മിൽക്ക് വേണം, പിന്നെ പഞ്ചസാരയും പിന്നെ കുറച്ച് സാഫ്രൺ സ്ട്രാൻസും ഉണ്ടെങ്കിൽ സംഭവം റെഡിയാക്കാം. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ കൂടുതൽ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നട്ട്സ് യൂസ് ചെയ്യാം. ശരിക്കും ഷാഹി ടുക്കഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോയൽ ഡിസേർട്ടാണ്. അപ്പോൾ അത് റോയൽ ഡിസേർട്ട് എന്ന് പറയാൻ കാരണം അതിനകത്ത് ഒരുപാട് നട്ട്സൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഞാൻ 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വെച്ചു. തിളപ്പിക്കാൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 5-6 കുങ്കുമപ്പൂവിൻ്റെ സ്റ്റാൻസ് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് കുങ്കുമപ്പൂ അവൈലബിൾ ആണെങ്കിൽ അത് ഇടുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ലുലുവിലൊക്കെ സാഫ്രൻ എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അതിന് ഇവിടെ UAE-ലൊക്കെ 2 ദിറംസൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിലും സാഫ്രൻ ഫ്ലേവർ കിട്ടും. പക്ഷേ ആ ഓഥൻറ്റിക് ടേസ്റ്റ് കിട്ടാനായിട്ട് ആക്ച്വൽ സാഫ്രൻ തന്നെ ഇടണം. അപ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ നോക്കേണ്ടത് നല്ല കുറച്ച്, അതായത് സിമ്മിലായിരിക്കണം വെച്ചിട്ടുണ്ടാവുക. കാരണം ഒരുപാട് പെട്ടെന്ന് തിളച്ചത് മുകളിലേക്ക് പോകാൻ ചാൻസ് വരുന്നത്. തന്നെയല്ല പാല് നല്ലപോലെ ക്രീമി ആവുകയും വേണം. ഈ 1 ലിറ്റർ പാല് വെച്ചേക്കുന്നത് തിളച്ച് അതിൻ്റെ 1/3 പോർഷൻ, അതായത് പറ്റി അതിൻ്റെ കാൽഭാഗത്തിൽ താഴെ ആവണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ കട്ടി കിട്ടുള്ളൂ. ഇതേ സമയം ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു. ഞാൻ 1 കപ്പ് വെള്ളവും ഒരു 1/2 കപ്പ് പഞ്ചസാരയും അതിനകത്ത് വെച്ചിട്ടുണ്ട്. കാരണം ബ്രെഡ് സെറ്റാക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനെ ഒന്ന് സോക്ക് ചെയ്യണം ഷുഗർ സിറപ്പിൽ. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈഡ് ബൈ സൈഡ് ഞാൻ വെള്ളവും വെച്ചു. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. മെയിൻ പേർപ്പസ് ഉണ്ടെങ്കിൽ ബ്രെഡ് മുക്കിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് കട്ടിയായി വരുമ്പോഴേക്കും ഷുഗർ സിറപ്പ് ഓഫ് ചെയ്യാം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസിക്ക് അത്യാവശ്യം കുറേ നേരം പറ്റിക്കണം വെള്ളം. അപ്പോൾ ജസ്റ്റ് പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നിങ്ങൾക്കത് അവിടെ വെച്ചേക്കാം, ഒന്ന് കട്ടിയാവുന്നത് വരെ വെക്കാം. അപ്പോൾ ആ ടൈമിൽ ഇവിടെ പാല് തിളയ്ക്കുന്നുണ്ട്. പാല് തിളച്ച് ജസ്റ്റ് സിമ്മിലല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ പതുക്കെ അതിൻ്റെ പാടയൊക്കെ സൈഡിൽ ഇങ്ങനെ കെട്ടി വന്നിട്ടുണ്ടാവും. അത് ആ ഒരു സ്പൂണും കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ സൈഡിൽ നിന്ന് എടുത്തിട്ട് നടുക്കിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്രീം വെച്ച് തന്നെ അത് കട്ടിയായി വന്നോളൂ. ഇനി അടുത്ത വേണ്ട മെയിൻ സാധനം ബ്രെഡാണ്. നോർമൽ നമ്മൾ വാങ്ങിക്കുന്ന ബേക്കറി ബ്രെഡിൻ്റെ 4 സൈഡ് മുറിക്കുക. സാൻഡ്വിച്ച് ഉണ്ടാക്കാനും റോസ്റ്റ് ചെയ്യാനും ഒക്കെ എപ്പോഴും സൈഡ് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സൈഡിൻ്റെ ആ ഔട്ടർ സംഭവം കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ ഷാഹി ടുക്കഡയ്ക്ക് ഇതെന്തായാലും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ബ്രെഡ് സാധാരണ ഇപ്പോൾ റെസിപ്പീസൊക്കെ നോക്കുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ബ്രെഡ് കട്ട് ചെയ്യാറ്. നിങ്ങളുടെ ഇഷ്ടമാണത്. ഇപ്പം ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഡിഷിൽ അറേഞ്ച് ചെയ്യാനും അതൊന്ന് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ സൗകര്യം എനിക്ക് റെക്റ്റാങ്കുലർ ഷേപ്പായിട്ട് തോന്നി. ഞാൻ 8 സ്ലൈസസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. ഒരു 10 പേർക്കൊക്കെ ലാവിഷായിട്ട് സെർവ് ചെയ്യാനുള്ള ഡിസേർട്ട് ഉണ്ടാവും 8 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഷാഹി ടുക്കഡയുടെ ആ ഒരു ലിക്വിഡിന് പറയുന്നത് റബ്ഡി എന്നാണ്. റബ്ഡി ശരിക്കും നല്ല കട്ടിയായിട്ട് വരണം. കുറച്ച് ഫ്ലോയി ആയാലും കുഴപ്പമില്ല. അപ്പോൾ പാല് അതിന് വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പാൻ എടുത്ത് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഇടുക ഫസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് ഓയിലും ഒഴിച്ചു. കാരണം ഫുൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് നെയ്യ് വേണ്ടി വരും. അപ്പോൾ കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ടാണ് ഞാൻ ബ്രെഡ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ചോയ്സാണ്. ചിലർ ഇങ്ങനെ ഡീപ്പ് ഫ്രൈഡ് ബ്രെഡ് യൂസ് ചെയ്യാറില്ല. കുറച്ചും കൂടെ ഹെൽത്തി വേർഷൻ വേണ്ടവർക്ക് വെറുതെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ബ്രെഡ് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ ഒതൻറ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് ബ്രെഡാണ്. കുറച്ച് വലിയ ഫ്രൈങ് പാൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു 2 ട്രിപ്പിൽ എല്ലാം ഫുൾ ബ്രെഡും ഫ്രൈ ചെയ്ത് കഴിയാൻ പറ്റും. മാക്സിമം അടുപ്പിച്ച് വെച്ചോ, കുഴപ്പമില്ല. എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ ബ്രെഡ് ഫുൾ ഓയിലും ഇടുമ്പോൾ തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഫസ്റ്റ് ഒരു സൈഡാണ് ഞാൻ ശരിക്കും ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. മറ്റേ സൈഡ് ഞാൻ മറിച്ചിടാൻ നേരത്ത് അധികം ഓയിലും ഗീയൊന്നും ഇട്ടില്ല. കാരണം ആ 1 സൈഡ് മുകളിലത്തെ ഭാഗം മാത്രം മുരിഞ്ഞിരുന്നാൽ മതി, കുഴപ്പമില്ല. പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡബിൾ കാ മീറ്റ കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഡബിൾ കാ മീറ്റയും ഇതേപോലെ തന്നെ വേറൊരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ ഇത് രണ്ടും തമ്മിൽ. ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. പാല് പറ്റി പകുതി ആവുമ്പോഴേക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 7 to 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇത് നല്ല സ്വീറ്റ് ആയിട്ടിരിക്കുന്നൊരു ഡിസേർട്ടാണ്. അപ്പോൾ നല്ലപോലെ മധുരം വേണം.
ഞാനൊരു 7 to 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ഇത്രയും ടൈം ഓൾറെഡി പാല് പറ്റിക്കുന്നുണ്ട്, അപ്പോൾ മിൽക്ക് മെയ്ഡ് വേണ്ട. പിന്നെ ഷാഹി സ്റ്റൈൽ ഡിസേർട്ട് ആയതുകൊണ്ട് ഞാൻ കാഷ്യൂവും പിസ്തയും മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലിൻ്റെ ഒപ്പം. ഇതും കൂടെ പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, റബ്ദിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കട്ടി ഉണ്ടാവും, ആ നട്ട്സിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. കാഷ്യൂ ചൂടുപാലിൽ ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ നല്ല ഒരു കാഷ്യൂവിൻ്റെ ഫ്ലേവറും പിന്നെ കുറച്ച് നട്ട്സ് കടിക്കുകയൊക്കെ ചെയ്യും. ഒരു 6 കാഷ്യൂവും ഒരു 5 പിസ്തയും ഇട്ട് അടിച്ചാൽ മതി. അപ്പോൾ റബ്ദിക്ക് ഇത്രയും ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്യാം. അധികം കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരവും കൂടെ വെക്കാം, പക്ഷേ ഇത് മതി. കാരണം ഇത് ഇച്ചിരി കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടി വരും, അപ്പോൾ ഇത് മതി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിഷ് എടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ബ്രെഡ് പീസസ് നിരത്തി വെക്കണം. നിരത്തി വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ഷുഗർ സിറപ്പും എടുത്ത് വെച്ചേക്കൂ. കാരണം ഷുഗർ സിറപ്പിൽ നമ്മൾ കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യണം, അപ്പോൾ അതിനൊരു ഫ്ലേവർ വരും. ഇനി ആ ബ്രെഡ് പീസസ് ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ചിലർക്ക് അത് ക്രിസ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടമാവും, അപ്പോൾ അധികം സോക്ക് ചെയ്യണ്ട. ഇത് നല്ല സോഫ്റ്റായിട്ട് വേണ്ടവർക്ക് അധികം നേരം നല്ലപോലെ സോക്ക് ചെയ്ത് വെക്കുക ഇതേപോലെ. ഇനി അത് നിരത്തി നമ്മളുടെ ഡിഷിലേക്ക് വെക്കാം. ഞാൻ 8 സ്ലൈസസ് ബ്രെഡ് എടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത് സിംഗിൾ ലെയറിൽ വെക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഞാൻ ഡബിൾ ലെയർ ആക്കി വെച്ചു. നിങ്ങൾക്കും ഇത് തന്നെ ചെയ്യാം. ഒന്നുകിൽ ഈ 1 ലെയർ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റബ്ദി ഒഴിച്ച് കൊടുക്കാം, പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറും കൂടെ സോക്ക് ചെയ്ത് വെച്ചിട്ട് റബ്ദി ഒഴിച്ചാൽ മതി. ഇനി ട്രയാങ്കിൾ ഷേപ്സിലാണ് നിങ്ങളത് കട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ട്രയാങ്കിൾസൊക്കെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് ജസ്റ്റ് റബ്ദി അതിൻ്റെ മുകളിൽ കൂടിയും സൈഡിൽ കൂടിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ റബ്ദി വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിലുള്ള കുൽഫി കിട്ടും. അപ്പോൾ കുൽഫി സ്റ്റിക്സോ അല്ലെങ്കിൽ പോപ്സിക്കിൾ സ്റ്റിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ റബ്ദി വെച്ചിട്ട്. ഇപ്പോൾ 2 ലെയറിൻ്റെ മുകളിൽ കൂടി ഇനി റബ്ദി ഒഴിച്ച് കൊടുക്കാം. റബ്ദി ഇപ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട് ഇച്ചിരി നേരം ഇരുന്നപ്പോൾ. അതിൻ്റെ മുകളിൽ പിസ്താഷ്യോസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം, എന്നിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുപാട് പേര് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ സാധനം. ഇനി ട്രൈ ചെയ്ത് നോക്കുക. റിവ്യൂസിൻ്റെ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.